സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു പാട്ട് പാടുമ്പോഴേ ഈ ലിറിക്സ് നമ്മൾ വായിച്ചേച്ച് പാടുമ്പോഴാണോ അതല്ലാതെ അതിന്റെ ഒരു മീനിങ് എന്റെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെയാ സാറ് അത് പെർഫോം ചെയ്യുന്നത്? അല്ല ചുമ്മാ ഒരു ഇതുപോലെ പാടുവാന്നോ? ഇപ്പൊ അടിപൊളി പാട്ടുകളായാലും മെലഡി ആയാലും വരികളുടെ അർത്ഥം പ്രത്യേകം ഇന്നത്തെ സംഗീത സംവിധായകർ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് പാടിയ 4-5 സിനിമകളിൽ എനിക്ക് തോന്നുന്നു 3-4 പാട്ട് മെലഡിയാണ്. പഞ്ചായത്ത് ജെട്ടി എന്നൊരു സിനിമയിൽ ഞാൻ പാടി, അത് രഞ്ജിൻ രാജിന്റെ സംഗീതത്തിൽ പാടിയതാണ്. എല്ലാ പാട്ടും അടിപൊളിയൊന്നുമല്ല, പിന്നെ പാടി ഹിറ്റായത് മൊത്തം അടിപൊളി പാട്ടുകളായിരുന്നു. ജില്ലം ജില്ലാല, അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാറ്റഗറിയിലേക്ക് ഷറാബ് പോലെ ജില്ലം ജില്ലാല മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ, നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ, കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടിത്തപ്പും മുട്ടിച്ചണ്ടയും കൊട്ടി കാത്തിരിക്കും നേരം വന്നു ജില്ലം ജില്ലാല. അതിനകത്ത് മെലഡി ഉണ്ട്. ആ ഒരു എനർജി ഭയങ്കര രസാട്ടോ. ഇത് അപ്പന്റെ കൂടെ ഡുവറ്റ് പാടിയിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റേജില്? കൂടെ വയൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ അടിപൊളി പാട്ടുകളുണ്ടല്ലോ അപ്പന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ അപ്പന്റെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അന്നേരം അത് കയറി പിടിക്കാൻ പറ്റും. മാപ്പിളപ്പാട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് വരുമ്പോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സംഗൃത പമകര അതുപോലത്തെ പാട്ട് അപ്പന്റെ കൂടെ ഏതൊരു വയലിൻ നമ്മളിത് മാറി മാറി ഞാൻ പറയുന്നതിന് നേരെ സെയിം സാധനം സർ പുതിയ ഫ്യൂഷൻ അങ്ങനെ ഒരു ശൈലിയുള്ള സാധനമാണ്. സംഗീതമായിട്ട് രണ്ടുപേരും പാടിയാൽ അതേപോലെ അവള് പാടും. സർ സാറിന്റെ ഈ ഒരു ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് സർ എന്നതേലും ഒക്കെ അതിനുള്ള ഒന്നുമില്ല, തണുത്ത വെള്ളം മാത്രം കുടിക്കില്ല. ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ കഴിക്കുക, തണുത്ത ഫുഡ് മാത്രം ഒഴിവാക്കും. തൈര് കഴിപ്പില്ല. പക്ഷെ എല്ലാരും ബാക്കി എല്ലാ ഫുഡും കഴിക്കും. എല്ലാരും പക്ഷെ ഇങ്ങനെ പറയുന്നില്ല, ചിലരൊക്കെ പറയും ഞങ്ങളെല്ലാം കഴിക്കും എന്നേച്ചു പാടുവെന്ന്. അല്ല, ഞാൻ തൈരും തണുത്താഹാരം കഴിക്കില്ല. അത് മസ്റ്റാണ് അല്ലേ? തണുത്താഹാരം കൊണ്ട് സാധാരണ മനുഷ്യർക്കും ഒരു ഗുണമില്ലെന്നേ. എന്ത് ഗുണം? ഒരു ഗുണമില്ല. പക്ഷെ ചൂടത്ത് വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കുന്ന ആശ്വാസം അത്ര അത് കൂടുതൽ കുഴപ്പങ്ങളാണ് സാധാരണ. അത് സത്യവാ. ഉഷ്ണേന ശാന്തി എന്നാ പറയുന്നത്. ആഹാരം കൊണ്ട് മനുഷ്യന് ഒരു ഗുണമില്ല. സാധാരണ നമ്മളെ റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു ഇതിൽ കഴിച്ചാൽ ഒരു പ്രശ്നമില്ലല്ലോ. അതില്ല, അത് എനിക്ക് കുഴപ്പമില്ല. ചൂട് തന്നെ വേണോ നിർബന്ധമില്ല. ചൂട് ആഹാരം വേണമെന്നോ ചൂട് വെള്ളം വേണമെന്നല്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള നമ്മളെ പ്രസന്റ് കണ്ടീഷനിൽ ആ ടെമ്പറേച്ചറിലുള്ള ഫുഡ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്ത് ഫുഡും കഴിക്കും. സർ ഇത്രയും നാളായിട്ട് സർ ഇൻഡസ്ട്രിയിലുണ്ട് ഫോർ ദ പാസ്റ്റ് 35 years, റൈറ്റ്? എത്ര പറഞ്ഞു സർ? 32 years. ഓക്കെ. സർ നമ്മുടെ സർ വന്ന അന്ന് തൊട്ട് ഇതുവരെയുള്ള ചേഞ്ചസ് യു ആർ വാച്ചിങ്. സർ അങ്ങനെ അതിനെ കാണുന്നത്? അതൊരു എന്താ പറയുക, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ്. ഇനിയും ഒരു പിന്നെ ആദ്യത്തെ ഒരു 10 വർഷമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടുകൂടി തീരുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എന്താ ഒരു പാഠം ഉൾക്കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് മനസ്സാഗ്രഹിച്ച രീതിയിലൊക്കെ വരുത്തിപ്പോയപ്പോൾ വീണ്ടും ഒരു 10 വർഷം കൂടെ ഒക്കെ പോയി. അപ്പോൾ വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ 20 വർഷമായി. വീണ്ടും വിചാരിച്ചു ഇതങ്ങ് തീരുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തി എടുത്ത് വരുന്ന ചേഞ്ചസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. വീണ്ടും ഒരു 10 വർഷം പോയി. ഇപ്പം 32 വർഷമായി. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ ഇപ്പം ഞാനൊരു പാചകം വെച്ചാൽ ഈ പഴയ പാട്ടുകളില്ലേ, മറ്റേ ഹിന്ദി പാട്ടുകൾ ഡ്യൂറേഷൻ പോലെയാണ്. ഒരു 7 മിനിറ്റൊക്കെ ഉള്ള പാട്ടുകളാണ്. അപ്പോൾ അത്രയും സാധനങ്ങൾ വേണം നമുക്ക്. ഇന്നത്തെ പാട്ട് 2 മിനിറ്റ് 3 മിനിറ്റിൽ തീരും. ആ സമയം കൊണ്ട് പെട്ടെന്ന് വയ്ക്കുന്ന ഫുഡ് പോലെ ആയി ഇന്നത്തെ പാട്ടും. അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞിട്ട് പഴയ പാട്ട് നമ്മൾ അതൊക്കെ കുറച്ച് ഡ്യൂറേഷൻ ഉള്ള പാട്ടാണ്. അതുപോലെ ഒരു 7 മിനിറ്റ് 6-7 മിനിറ്റ് വരെ. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കുന്നോ, ലെങ്ത് കൂടിപ്പോയെന്നോ. അതുപോലെയാണ് എനിക്ക് ഇപ്പൊ ഞാനൊരു ഒരു ഫുഡ് ഞാൻ വെക്കണമെങ്കിൽ, ഒരു മീൻകറി വെക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, കുറെ സമയം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ ആസ്വദിക്കുന്നില്ലേ. അപ്പോൾ ഇത് മാറി വന്ന ഒരു ഇതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ മാറി, ഇതുവരെ മാറിയിട്ടുണ്ട്. ഇനിയും കുറച്ചോനെ എനിക്ക് മാറാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ സാർ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ഇതുവരെ അപ്ഡേറ്റ് ആണ്. ഇനി നിൽക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, നിൽക്കുമായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി സാർ ഇത് ഓരോ 10 വർഷം കഴിയുമ്പോഴും സാർ പറയുന്ന ഓരോ കാര്യമാണ്. അപ്പൊ ദൈവതമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ 10 വർഷവും കഴിഞ്ഞല്ലേ പോകുന്നത്. കൃത്യമായിട്ടാ
കറക്റ്റാണ്, ഇതുവരെ ഓക്കെയാണ്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം പഴയ ശൈലിയല്ലല്ലോ, പണ്ട് ഗാനമേളക്ക് പാടലായിരുന്നല്ലോ ഒരു മെയിൻ. അതെ. ഒരു പാട്ടുകാരുടെ ടാലന്റ് തെളിയിക്കണേ ഗാനമേളയ്ക്ക് പാടും. ഗാനമേളയുടെ സിംഗർ ആവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോഡി പ്രിപ്പയർ ചെയ്യാറുണ്ട്. പ്രിപ്പയർ ചെയ്ത് ഞാനൊക്കെ കഷ്ടപ്പെട്ടതുപോലെ ഒരു ഇതില്ലേ. ഈ എത്രയോ ഗാനമേള പ്രോഗ്രാംസ് കേൾക്കാൻ പോയിട്ട് ഈ കീബോർഡ് വായിക്കുന്ന ആളാണ് എൻ്റെ മെയിൻ ആളെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കാലിൽ ചുരണ്ടി എത്രയോ വേദിയിൽ ചുരണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് അവസരം കിട്ടി, പിന്നെ അത് വെച്ച് ഒരവസരം കിട്ടി, പിന്നെ അത് വെച്ച് കയറി. അതായിരുന്നല്ലോ ഒരു ആകപ്പാടെ നമുക്ക് പെർഫോം ചെയ്യുള്ളത്. പിന്നീടല്ലേ ഈ ചാനൽസ് ഒക്കെ വന്ന്, ഏഷ്യാനെറ്റൊക്കെ പിന്നീട് വന്ന് അതിലൂടെ അവസരങ്ങൾ കിട്ടി, റിയാലിറ്റി ഷോ ഒക്കെ വന്ന് എല്ലാം ആസ്വദിച്ചു, എല്ലാം. എന്നിട്ട് ഈ ചേഞ്ചസ് ഒക്കെ ആസ്വദിച്ചു. ഇപ്പം ലാസ്റ്റ് ബാൻഡിൽ വന്ന് നിൽക്കാം, ഇപ്പം റാപ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഇപ്പം എൻ്റെ വോയിസിൻ്റെ സ്ഥിതി വെച്ച്, നിലവാരം വെച്ച് അത്തരം സംഗീതം എങ്ങനെ ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്ക് എങ്ങനെ നമുക്ക് മാറാൻ പറ്റും, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ ഇനി ആലോചിച്ചേ പറ്റൂ. മറ്റ് ഭാഷകളൊക്കെ പാടുമ്പോൾ ഉണ്ടാവുന്ന മറ്റു തമിഴൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മലയാളത്തിലാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്.